ആളുകളെ കോലിന്റെ കീഴെ കൂടെ കിടത്തും. അപ്പോഴറിയാം മത്സരിക്കുന്നവൻ ആരാ, അല്ലാത്തവൻ ആരാന്ന്. മത്സരിക്കുന്നവനെ നീക്കിയിട്ട് മത്സരിക്കാത്തവനെ നിയമത്തിന്റെ ബന്ധനത്തിന്റെ കീഴെ കൊണ്ടുവരും. സ്തോത്രം. മനസ്സിലാകുന്നോ? നിയമത്തിന്റെ ബന്ധനത്തിന്റെ കീഴെ കൊണ്ടുവരും മത്സരിക്കാത്തവനെ. അതിനോട് മത്സരിക്കുന്നവനെ പുറത്താക്കി കളയും. അപ്പോ ദൈവജനം ഓർത്തോളണം, കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തുടരുന്നെങ്കിൽ കുത്തിക്കെട്ടഴിഞ്ഞ പുസ്തകം പോലെ ജീവിക്കാൻ പറ്റിയല്ല. നിയമത്തിന്റെ ബന്ധനത്തിനെ നിന്നെ ജീവിപ്പിക്കുന്നുള്ളൂ ദൈവം. അതാണ് ആദ്യം പറഞ്ഞത്. നിയമം നമുക്കൊരു പ്രൊട്ടക്ഷനാ. അതിന്റെ കീഴെ നീ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തോട് പറയാം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവിടെ നിനക്ക് അന്യാധീനം വല്ലതും നിയമം അനുസരിച്ചിട്ട് അന്യാധീനം വന്നിട്ടുണ്ടെങ്കിൽ ന്യായമായും ഗവൺമെന്റ് നിനക്ക് അപ്പീൽ കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഒന്നോടെ ഉപയോഗിക്കുന്നു. സ്തോത്രം. 2 മാസം മുമ്പ് ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ടിക്കറ്റ് കയ്യിലിരിക്കുമ്പോൾ നിന്റെ സീറ്റിൽ ആരെങ്കിലും കയറിയിരുന്നാൽ ന്യായമായിട്ട് നിനക്ക് റെയിൽവേ പോലീസിൽ അപ്പീൽ ചെയ്യാം. നീ ബുക്ക് ചെയ്ത നിയമത്തിന്റെ കീഴിൽ വന്നിട്ടുണ്ടെങ്കിൽ നോ അപ്പീൽ. മനസ്സിലാകുന്നു? നിയമത്തിന്റെ കീഴെയാണ് ക്രിസ്തീയ സഭയ്ക്കകത്ത് ജീവിക്കുന്നതെങ്കിൽ നിയമത്തെ അനുസരിച്ചിട്ട് നിനക്ക് ന്യായമായി കിട്ടേണ്ട നന്മകൾ ശത്രു വിട്ടുതരുന്നില്ലെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ അപ്പീൽ ചെയ്യാം. കർത്താവേ, ഞാൻ നിന്നെ അനുസരിച്ചിട്ട് നിന്റെ പ്രമാണങ്ങൾ അംഗീകരിച്ചിട്ട് നിന്റെ നിയമം പാലിച്ചിട്ട് എന്നെ അനുഭവിക്കാൻ സമ്മതിക്കാത്ത ശത്രുക്കളുടെ പോരുകളെ നീ ഒതുക്കി തരണമെന്ന് പറയാൻ നിന്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. അതില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യത? സ്തോത്രം. മനസ്സിലായോ? റിസർവേഷൻ ചെയ്യാതെ, സീറ്റ് ബുക്ക് ചെയ്യാതെ, സ്തോത്രം, ടിക്കറ്റ് കൺഫേം ആക്കാതെ സീറ്റ് ചോദിച്ചിട്ട് കിട്ടാത്തന്റെ പേര് പറഞ്ഞാൽ തലക്കെട്ടടിച്ചു വിടുക. അവര് പൊക്കോളം പറയും. സ്തോത്രം. പുറകിൽ ഒരു കമ്പാർട്ട്മെന്റ് തടിപ്പലയുള്ള പോയി കയറിയിരുന്നോളം പറയും. നിന്റെ ഭാഗത്ത് നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പറയാം, കർത്താവേ, ഞാനിത് അനുസരിച്ചവനാണ്. നീ പറഞ്ഞ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. നിന്റെ നിയമം അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിയമം അനുസരിക്കുന്നവർക്ക് നീതി നടപ്പാക്കി തരുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. നിയമത്തിന്റെ കീഴെ കടക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അവരെ മാനിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ബന്ധനം നിയമത്തിന്റെ ബന്ധനം. 2 അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം വായിച്ചു നോക്കിയാട്ടെ. 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആത്മാവ് നിന്നെ ബന്ധിച്ച്, ആത്മാവിന്റെ സമ്മർദ്ദം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം കൊണ്ട്, ആത്മാവിന്റെ നടത്തിപ്പ് കൊണ്ട് നീ അവിടെ ചെന്നിട്ട് അടി കൊണ്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. സ്തോത്രം. മനസ്സിലാവുന്നു? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് നീ നിന്റെ വേലസ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ, സ്തോത്രം, അനേക സാധ്യതകൾ നിനക്കുണ്ടായിട്ടും ആത്മാവ് ബന്ധിച്ച് നിന്നെ അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണെങ്കിൽ അവിടുത്തെ നഷ്ടങ്ങൾ കളയുമല്ലോ സ്വർഗത്തിലെ ആത്മാവ് തീർത്തു തരും. ഹല്ലേലൂയ. ആത്മാവ് തെക്കോട്ട് പോകാൻ പറയുമ്പോൾ ബന്ധിച്ച് നിന്നെ തെക്കോട്ട് കൊണ്ടാൻ നോക്കുമ്പോൾ നീ വടക്കോട്ടാ പോകുന്നെങ്കിൽ ഇടി കൊണ്ടാൽ, സ്തോത്രം, ആയുർവേദ ട്രീറ്റ്മെന്റ് സ്വന്തം പോക്കറ്റിൽ എടുക്കേണ്ടി വരും. കാരണം ആത്മാവ് ഉത്തരവാദിയല്ല. ദൈവാത്മാവ് നടത്തിയിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നഷ്ടം മുഴുവൻ ദൈവം നികത്തി തരും. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നു. 32-ാം അധ്യായത്തിൽ നിയമത്തിന്റെ ബന്ധനത്തിൽ, സ്തോത്രം, ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ സേവിക്കരുത്, സത്യദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്നെത്തിയ നിലവാരത്തിനകത്ത് ആ ഒരു നിയമസംഹിതയുടെ ബെൽറ്റിനകത്ത് കൊണ്ടുവന്ന ജനത്തെ മോശമാറിയ സമയം കൊണ്ട് മറ്റേ ഉപദേശം അഴിച്ചുവിട്ടു. നിയമത്തിന്റെ ബന്ധനം അഴിഞ്ഞ, നിയമത്തിന്റെ ചരടഴിച്ചു വിട്ടപ്പോൾ മറ്റുള്ളവരുടെ നടുവിൽ ഈ ജനം പരിഹാസികളായി എന്നാണ് വചനം പറയുന്നത്. ആവർത്തന പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ ആവർത്തന പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, വാസ്തവത്തിൽ ഇത്ര ശ്രേഷ്ഠമായ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളുമുള്ള വേറൊരു ജാതി ലോകത്തിലുണ്ടോ? നിങ്ങളുടെ വിശേഷത എന്ന് ചോദിച്ചുകൊണ്ടാണ് ആവർത്തനം 4-ൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. എന്താ നിങ്ങളുടെ വിശേഷത? 2 കാര്യം പറയുന്നത്. ഒന്ന്, വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ഒരു ജാതി ലോകത്തിൽ വേറെ ഇല്ല. അത് മാത്രമല്ല നമ്മുടെ ഗുണം, അടുത്തതോടെ പറയണം. പറയാതെ യോഗ അവസാനിപ്പിക്കരുത്. ദൈവം നമ്മുടെ പോക്കറ്റിലാന്ന് പറയുന്ന മാത്രമല്ല, പെന്തിക്കോസിന്റെ മുഖച്ഛായ അടുത്തതോടെ കേൾക്കണം. അടുത്തത് എങ്ങനെയാണ്? സ്തോത്രം, ഇത്ര ശ്രേഷ്ഠമായ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും നിബന്ധനകളുമുള്ള വേറൊരു ജാതി ലോകത്തിലില്ല.
ഹല്ലേലൂയ. ഈ രണ്ട് കാര്യമാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. 1000 ആട് കൂടുന്നതല്ല, 10,000 പേര് ഒരുമിച്ച് വരുന്നതല്ല, സ്തോത്രം, ഭയങ്കര അറേഞ്ച്മെന്റ്സ് അല്ല. ഇതൊന്നും അല്ല കാര്യം. ഒന്ന്, ദൈവം ഏറ്റവും അടുത്തിരിക്കുന്നു. 2, ഞങ്ങളുടെ നിയമം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രിക്റ്റാ. ഇവിടെ വന്നാൽ ചുമ്മാ അങ്ങനെ ജീവിക്കാൻ നോക്കിയല്ല, മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ പുറത്താക്കും. സ്തോത്രം. അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ. അതായിരുന്നു ഇന്നലെ വരെയുള്ള സഭകളുടെ മുഖച്ഛായ. പേടിയുണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അയോഗ്യമായി നടന്നാൽ, അയോഗ്യമായി ജീവിച്ചാൽ, ജീവിതം മിസ്യൂസ് ചെയ്താൽ, ലോകപ്രകാരം ജീവിച്ചാൽ, മാലിന്യം പറ്റിയാൽ, സ്തോത്രം, പുറത്തിറങ്ങണമെന്ന് പറയാൻ അധികാരമുള്ള ഒരു നിയമസംഹിത, കെട്ടുറപ്പ് ദൈവസഭയ്ക്കുണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ പറയാം, ആ കെട്ടുറപ്പ് ഒരിക്കലും പൊട്ടിപ്പോകരുത്. അതാണ് ദൈവസഭയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശ്രേഷ്ഠത. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇപ്പൊ ഞാൻ നിർത്തിക്കോളാം, ബാക്കിയോടെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധാനത്തിന് ആത്മാവിൽ വീണ്ടും പ്രേരിപ്പിക്കുന്നു. ഈ നിയമത്തിന്റെ ലെവലിലാണ് പോകുന്നത്. ഇങ്ങനെ വന്നപ്പോൾ മോശ കെട്ടഴിഞ്ഞു കിടക്കുന്ന ജനത്തെ കണ്ട മാത്രയിൽ സങ്കടം സഹിക്കവയ്യാതെ ആത്മാർത്ഥതയുള്ള കർത്തൃദാസൻ, സ്തോത്രം, നിയമത്തിന്റെ കൽപ്പനകൾ എറിഞ്ഞു പൊളിച്ചു. ജനത്തോട് കോപിച്ചു. 32-ാം അധ്യായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. സ്തോത്രം. അടുത്ത അധ്യായമാണ് ആരംഭിച്ചത്. അപ്പൊ ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശെ, നീ കോപിക്കൊന്നും വേണ്ട, കൂൾ ഡൗൺ, വളരെ ശാന്തമാവും, ഞാൻ പറഞ്ഞ കേക്ക് എന്ന് പറഞ്ഞു. കനാനിലേക്ക് പൊക്കൂ. ഇവിടെ വരെ കൊണ്ടുവന്ന ദൂതൻ ഞാൻ പിൻവലിക്കുന്നില്ല, പ്രൊട്ടക്ഷൻ തരാം. സ്തോത്രം. അവര് കൂടെ വരും. കനാനിൽ കിടക്കുന്ന ഹിത്തിനും ഹിവ്വിനും അമാനുരിക്കുമായിരിക്കുന്ന മുഴുവൻ ശത്രുക്കളെയും നീ അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ ഒതുക്കിയേക്കാം. പക്ഷേ ഇവിടം മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയില്ല. സ്തോത്രം. ജനമെല്ലാം ദൈവത്തിന്റെ പാത പിടിച്ച് നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. ആ അധ്യായത്തിൽ വെച്ചാണ് നമുക്ക് സുപരിചിതമായിരിക്കുന്ന അടുത്ത ഭാഗത്തേക്ക് കയറി വരുന്നു. 12-ാം വാക്യം മുതൽ 33-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. പക്ഷെ അത്രയൊന്നും വായിക്കാൻ നമുക്ക് നേരമില്ല. സ്തോത്രം. 16-ാം വാക്യം മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 33-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ ഞാൻ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശ മുകളിലത്തെ പാരഗ്രാഫിൽ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തടിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ഇനി വരികയല്ല, നിങ്ങൾ വെക്കൂ, നമ്മൾ തമ്മിൽ പിരിയുക. അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിച്ച് മെസ്സേജൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തേക്ക് ആ സീനൊക്കെ അറിയാതെ വരും. എന്റെ ചർച്ച്, ഞാൻ എന്റെ ഭാവനയെ കണ്ടു വൈകുന്നേരം ആ മുകളിലത്തെ മുറിക്കാതിരുന്നോണ്ട്. ഇത്രയും പേരെയൊക്കെ വളരെ വേർപ്പും കണ്ണുനീരും ത്യാഗമെല്ലാം സഹിച്ച കർത്താവിന്റെ ചോരയുടെ വിലയാണെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം. നാളെ രാവിലെ ദൈവം എന്നോട് പറയാ, നീയും ശരിയല്ല, നിന്റെ കൂട്ടനും ശരിയല്ല, പറഞ്ഞു മടുത്തു. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ തീരുമാനത്തിലെത്തുകയാണ്. സ്തോത്രം. സഭയാട്ടെങ്കിലും ഞാനായിട്ടത് പൊളിക്കാൻ പോകുന്നില്ല, ആരും തന്നെ ഉപദ്രവിക്കത്തുമില്ല. ജീവിച്ചോ. സ്തോത്രം. നിനക്ക് സ്തോത്രാഴ്ച കിട്ടുന്ന ശാസം കിട്ടും, ആഹാരം മേടിക്കും, 3 പിള്ളേരെ വളർത്താം. പക്ഷെ ഒരു കാര്യം പറയുന്നു, നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും എന്നാ യോഗം വെച്ചാലും ഞാൻ വരികയല്ല. സത്യം പറയാ. അങ്ങനെ ചിന്തിച്ചു നോക്കി. അങ്ങനെ ചിന്തിച്ചാൽ ഓക്കെ ദൈവമേ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നവനാ ഈ ഉപദേശിയെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ചു കൊല്ലണം. സ്തോത്രം. മനസ്സിലായോ? ഈ കണ്ടീഷനിൽ ഇപ്പൊ മോശം നിൽക്കുന്നത് എന്താ പറയുന്നത് അറിയോ? നിന്റെ ജനം, നിന്റെ സഭ, നിന്റെ ആളുകൾ ഒക്കെ ശരി, പക്ഷേ നീ ഇനി യോഗം നടത്തുമ്പോൾ, ഉത്സവം വെക്കുമ്പോൾ, ശബത്താചരിക്കുമ്പോൾ, യാഗം കഴിക്കുമ്പോൾ ഞാൻ വരികയല്ല, നിന്റെ കൂടെ ഇല്ല. സ്തോത്രം. ഞാൻ ആരോടും പറയല്ല, ഞാനും നീ അറിഞ്ഞിട്ടുള്ളൂ, ഞാനില്ല എന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നീ പരിപാടി നടത്തിക്കോ, ഒരു കുഴപ്പമില്ല, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടു തന്നേക്കാം, ഞാനില്ല. അയ്യോ, ഞാൻ വൈകുന്നേരം നടുങ്ങിപ്പോയി. സത്യമായിട്ട് നിങ്ങളുടെ മുഖഭാവമല്ല അന്നേരം എനിക്കുണ്ടായത്, അറിയാതെ കരഞ്ഞുപോയി. ഇങ്ങനെ എങ്ങനെ എന്നോട് പറഞ്ഞാൽ അന്നേരം ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ബാക്കി എന്തിനേക്കാൾ, എന്തൊക്കെ തരാമെന്ന് പറയുന്നതിനേക്കാൾ, എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ, ഇനി എന്നെ പോകാത്ത രാജ്യങ്ങൾക്ക് വിസ തരാമെന്ന് പറയുന്നതിനേക്കാൾ, ഇതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാരമുള്ളത്, ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ പ്രസംഗമാ, ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ ഉപവാസമാ, ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ ആത്മീക യാത്രയാ, ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ മിനിസ്ട്രിയാ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകണം. ഇവിടെ വെച്ച് ദൈവത്തിന്റെ പാത വിളിച്ച് പറഞ്ഞു, ഇല്ല കർത്താവേ, നീ ഇല്ലാതെ പോകാൻ പറ്റിയല്ല. കൂടാരമെടുത്ത് പുറത്തേക്ക് അടിച്ചിട്ട് കുറെ ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ
നെടുമ്പാട് വീണ് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞില്ലേ, പഴയകാല വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചു, നീ എന്നോട് കൂടെ പോരാന്ന് പറഞ്ഞില്ലേ, എന്നോട് കൃപയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആടുകളെ തീറ്റി നടന്ന കാലത്ത് നീ എന്നെ വിളിച്ചില്ലേ, ഇവിടെ വെച്ച് നീ എന്നെ പിരിയരുത്, എന്റെ മുഖത്തേക്ക് നോക്ക്, എന്നെ ഓർത്തെങ്കിലും എന്റെ കൂടെ വാ. അങ്ങനെ കരഞ്ഞു. ഞാൻ ആത്മാവിൽ പറയുക, ഈ ഉപവാസ പ്രാർത്ഥന ദൈവം വിട്ടുപോയി എന്നല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ മുഖലക്ഷണം അതിന് വിളിച്ചു പറയരുത്, മറിച്ച് വ്യക്തിപരമായി ഇതിനകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കൂടാരം പുറത്തടിച്ചുകൊണ്ട് സ്വന്തം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിക്കാലം പറഞ്ഞു, കർത്താവേ, നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുക? ഈ 33-ാം അധ്യായത്തിലെ കൂടാരം പുറത്തടിച്ച് നെടുമ്പാട് വീണ് കരയുന്ന മോശയുടെ ഒരു മനോഭാവമായിരിക്കണം 21 ദിവസക്കാലം ഉപവസിക്കുന്ന ജനത്തിനുണ്ടാകേണ്ടത്. എങ്ങനെയെങ്കിലും ദൈവത്തെ തടുത്തു നിർത്തി കുറെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ നോക്കിയല്ല, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നിന്റെ അകത്ത് വ്യാപരിപ്പാനിടയാകണം. അങ്ങനെ മോശ പറയുക, 16-ാമത്തെ വാക്യത്തിനകത്ത് മോശ പറയുകയാണ്, സ്തോത്രം ദൈവമേ, എന്താ പറഞ്ഞത്? ദൈവമേ സ്തോത്രം, എന്നോട് നിന്റെ ജനത്തോട് കൃപയുണ്ടെന്ന്. നോക്കിയ സ്തോത്രം, കൃപയുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? തട്ടുകൊടുപ്പും പ്രസംഗം കൊണ്ടോ, ടെലിവിഷനകത്തോ മറ്റേതെങ്കിലും മീഡിയക്കകത്തോ കോട്ടും സൂട്ടും ഇട്ട് ആളുകളെ ഇളക്കുന്നത് കൊണ്ടാണ് കൃപയുണ്ടെന്ന് അറിയുന്നത്? പഴയകാല തഴമ്പിനകത്ത് ആളുകളുമായിട്ട് മുഖപരിചയമുള്ള സഭകളുമായിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ ആ പഴയ പശ്ചാത്തലത്തിൽ നിന്നെ മറക്കാതെ കൂടെ കൂടെ വിളിക്കുന്നതുകൊണ്ടാണോ സ്തോത്ര കൃപയുണ്ടെന്ന് അറിയുന്നത്? അല്ലല്ല. മോശയുടെ വാക്ക് കേക്ക്, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്ന് എങ്ങനെ അറിയാം? അങ്ങനെ അറിയാം. അടുത്ത വാക്കിന് മറുപടി എഴുതിയിരിക്കുന്നത്, നീ ഞങ്ങളോടുകൂടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നിങ്ങളോട് നോക്കി, എങ്ങനെ കൃപയുണ്ടെന്നറിയാം? 2 നില വീട് കിട്ടിയത് കൊണ്ടല്ല, 40 ലക്ഷം രൂപയുടെ കാർ ഓടിച്ച് നടക്കുന്നത് കൊണ്ടല്ല, 3 മക്കൾ അമേരിക്ക പോയത് കൊണ്ടല്ല. അതൊന്നും കൃപയുള്ളവന്റെ ലക്ഷണമല്ല. കൃപയുള്ളവന്റെ ഏക ലക്ഷണം പറയാം, കൃപയുള്ളവന്റെ കൂടെ ദൈവം ഉണ്ടാകും. അതില്ലെങ്കിൽ ഞാൻ തറപ്പിച്ചു പറയുന്ന രാത്രിക്കാലം, ദൈവം കൂടെ ഇല്ലെങ്കിൽ കൃപയില്ല. ബാക്കി കാണിക്കുന്നത് കൃപയല്ല. എക്സ്പീരിയൻസ് 15 വർഷത്തെ പരിചയമുണ്ടെങ്കിൽ, 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ കൃപയുടെ ലക്ഷണം അതൊന്നും അല്ല. കൃപയുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം ഇതാണ്, ദൈവം കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ ചോദിക്കുന്നു, ദൈവമേ, ഈ ജനത്തോടും എന്നോടും കൃപയുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാം? ബ്രോഷർ അടിച്ച് നോട്ടീസ് അടിച്ച് ആളുകൾ ഇല്ലില്ല, നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ ഞങ്ങളോട് കൃപയുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. ബാക്കി കിടക്കുന്ന വാക്കും കൂടി ഒന്ന് എഴുതിയിരിക്കുന്ന നോക്കിയാട്ടെ. അടുത്ത വാക്കുകൾ സ്തോത്രം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് എങ്ങനെയാ നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ ഭൂമിയിൽ ഇനി വരാനിരിക്കുന്ന ഏതൊക്കെ ജാതികളുണ്ടെങ്കിലും, ഇന്ന് വരെ നിലവിലുള്ള ഏതൊക്കെ സംഘടന ഉണ്ടെങ്കിലും അതിനെ ഒന്നും കണ്ട് ദൈവസഭ പേടിക്കണ്ട. ഇനി ഇതിനേക്കാൾ സൂപ്പർ സ്റ്റാറുകൾ അവതരിച്ചാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭയപ്പെടണ്ട. നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ ഭൂതലത്തിലുള്ള സകലമായ ജാതികളെക്കാൾ, സകല സംഘടനകളെക്കാൾ നീ എന്നും ഒരു വിശേഷതയുള്ളവനായിരിക്കും. അത് നിന്റെ പ്രസംഗ ചാതുര്യം കൊണ്ടല്ല, പ്രവചനത്തിന്റെ മൂർച്ച കൊണ്ടല്ല, നിന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് നീ വിശേഷതയുള്ളവനായി മാറുന്നത്. സ്തോത്രം. ഈ തിരിച്ചറിവ് അന്ന് മോശക്കുണ്ടായി. അതുകൊണ്ട് കാലെ വീണ് പറഞ്ഞു, ഞങ്ങൾക്ക് വിശേഷത, ഞങ്ങൾ മിസ്രയീം വിട്ടതല്ല. സ്തോത്രം. അതാ വിശേഷത ഓർത്തിരിക്കരുത്. 20 കൊല്ലം മുമ്പ് തണുത്ത വെള്ളത്തിൽ സ്നാനപ്പെട്ടതല്ല വിശേഷത, അന്നത്തെ കഥ. ഇന്നത്തെ വിശേഷത ദൈവം കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. സഭ തുടങ്ങിയ കാലത്ത് എങ്ങാണ്ടെന്ന് വന്ന ദൈവത്തിന്റെ ദാസൻ സ്തോത്രം തലേ കൈവച്ചപ്പോൾ അന്ന് പ്രാപിച്ച 2 കന്യഭാഷ നാവിൽ കിടക്കുന്ന നല്ല വിശേഷത. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് രാത്രിക്കാലം യോഗം ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് എന്നോടുകൂടെ ദൈവമുണ്ടോ, ഉള്ളതാണ് വിശേഷതയെന്ന് ഇന്ന് രാത്രി മനസാക്ഷിക്കുത്തുകൂടാതെ വിശ്വസിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവരെ ഈ പട്ടണത്തിൽ നിന്ന് ചാർത്തക്കാരുടെ നടുവിൽ ഒരു വിശേഷ ജാതിയാക്കി മാറ്റാൻ ദൈവം പ്രതിജ്ഞാബദ്ധനാണ്. സ്തോത്രം. ഇത്രയും കരച്ചിൽ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശെ 2 കൽപ്പലക ചെത്തിക്കൊണ്ട് വീണ്ടും വരിക. 34-ാം അധ്യായം. 2 പലകയുമായി ചെത്തിക്കൊണ്ട് ചെല്ലുമ്പോൾ 8-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ കൊണ്ട് ഏറെക്കുറെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 8-9 വാക്യങ്ങൾ. 34-ന്റെ വീണ്ടും ദൈവം പറഞ്ഞു, 34-1 പറഞ്ഞു, 2 കൽപ്പലക നീ എറിഞ്ഞു പൊട്ടിച്ചതിന് പകരമായി
2 കൽപ്പലകയും ചെത്തിക്കൊണ്ട് മോളിലേക്ക് വരിക. അങ്ങനെ മോളിൽ ചെന്നു. വീണ്ടും ദൈവം തന്റെ അഗ്നിസ്ഫുരിക്കുന്ന കരം കൊണ്ട് പ്രമാണം എഴുതി കൊടുത്തു. അങ്ങനെ പ്രമാണം എഴുതി കൊടുത്ത് സ്തോത്രം താഴേക്ക് വരുമ്പോൾ 8-9 വാക്യങ്ങൾ ദൈവത്തോട് പറയുക. എന്നാൽ മോശെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കേട്ടോ കർത്താവേ, കേട്ടോട്ടെ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്, പക്ഷെ മണ്ടം കളിക്കുമെന്ന് തോന്നുന്നു പല ആൾക്കാരും. സ്തോത്രം. എന്താണെങ്കിലും ഞാൻ തീർത്ത് വരേണ്ട പോകത്തുള്ളൂ. സ്തോത്രം. 5 മിനിറ്റോടെ കേട്ടോളണം. സ്തോത്രം. ദൈവം വീണ്ടും കൽപ്പന എത്തും. പ്രമാണം കിട്ടി. അപ്പൊ നമുക്കെന്ന് തോന്നുന്നു അറിയുമോ, പോയ കൃപ തിരിച്ചു കിട്ടിയില്ലേ? പൊട്ടിച്ചത് തിരിച്ചു കിട്ടി, ഓക്കെ ആയെന്ന് വിചാരിക്കും. അബദ്ധം പറ്റരുത്. അവിടെ മോശ കരഞ്ഞു. സ്തോത്രം. തല്ലിപ്പൊട്ടിച്ച കൃപയടങ്ങിയ പ്രമാണം വീണ്ടും കയ്യിൽ കിട്ടിയപ്പോൾ ദൈവം ഓക്കെ ആയി. പ്രഷറൊക്കെ തീർന്നു. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ താഴെ നിൽക്കുന്ന യോശുവെ വിളിച്ച് സ്തോത്രം. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, യോശുവ പ്രശ്നമൊന്നുമില്ലെന്ന് പാളത്തിൽ പറയാം. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ദൈവം അങ്ങ് കൂൾ ഡൗൺ ആയത്. പിന്നെ പുള്ളി എഴുതി തുടങ്ങി, എന്റെ പേര് പ്രശ്നമൊന്നും നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞേനെ. സ്തോത്രം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ മണ്ടനല്ല മോശ. പ്രമാണം എഴുതി കിട്ടി. എങ്ങനെയെങ്കിലും ദൈവം എന്നെ ഒഴിവാക്കാൻ തോന്നുന്നത് അന്നേരം മോശയ്ക്ക് മനസ്സിലായി. അപ്പോഴും പ്രമാണം കയ്യിൽ കിട്ടിയിട്ട് പോകാൻ നേരത്തെ മുഖത്തേക്ക് നോക്കി കാലെ വീണിട്ട് പറയുക, കർത്താവേ, ഞാൻ ഒരു കാര്യം കൂടി പറയുക. പ്രമാണമൊക്കെ ശരിയാ. സ്തോത്രം. വീണ്ടും ആ പൊട്ടിച്ചത് തിരിച്ചു തന്നു. ഞാൻ നഷ്ടപ്പെടുത്തി എനിക്ക് തിരിച്ചു തന്നു. പക്ഷെ എനിക്ക് ഈ പ്രമാണമല്ല, ഈ കൽപ്പനയല്ല വലുത്. ജനം അംഗീകരിക്കും. നീ ആയിട്ട് തകർത്ത് കളഞ്ഞത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരെന്നെ പൂമാലയായിട്ട് സ്വീകരിക്കും, അവരെന്നെ അംഗീകരിക്കും. പക്ഷേ എന്റെ മനസ്സാക്ഷിക്കകത്ത് തൃപ്തി വരണമെങ്കിൽ സ്തോത്രം. ആ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണമേ. ആ പദത്തിന്റെ ഡെപ്ത് എത്ര വലുതാണെന്ന് ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഉടഞ്ഞുപോയ കൃപകൾ തിരിച്ചു കിട്ടുന്ന അല്ല നമുക്ക് വലിയത്. നഷ്ടപ്പെട്ട പ്രവചനം തിരിച്ചു പിടിക്കുന്ന അല്ല നമുക്ക് വലിയത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന മുറിക്കകത്ത് പാവിരിക്കുമ്പോൾ ആള് വന്ന് പ്രാർത്ഥിക്കാനുള്ള പഴയ പ്രാർത്ഥനാ ജീവിതം മടക്കി കിട്ടുന്ന അല്ല നമുക്ക് വലിയത്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി മോശയെ പോലെ കൂടെ കൂടെ പറയാൻ എത്ര പേർ തയ്യാറാകും? എന്റെ ദൈവമേ, എന്റെ കർത്താവേ, തിരിച്ചു കിട്ടിയതിനേക്കാൾ വലുത് നീ ഞങ്ങളുടെ കൂടെ പോരുമാറാകണമേ. ഇല്ലെങ്കിൽ നീ ഞങ്ങളെ അയക്ക. ആ പദത്തിന്റെ ആഴങ്ങളും അതിന്റെ ഭാരങ്ങളും സ്തോത്രം. ഹല്ലേലൂയ. എത്ര ആഴമായി ദൈവത്തിന്റെ ആത്മാവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. സ്തോത്രം. ദൈവം നമ്മുടെ നടുവിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ശത്രുവിനും കയറി വരാൻ പറ്റിയല്ല. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ വിലയാം ബാലാക്കിന്റെ കൈക്കൂലി വാങ്ങിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ഗിരിമുകളിൽ നിന്നുകൊണ്ട് 4 ആവർത്തി 4 ആംഗിളിൽ ഫോക്കസ് ചെയ്യുന്ന സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. രാത്രിയുടെ നിശബ്ദതയിൽ പാടയമടിച്ച് കൂടാരത്തിന് ചുറ്റും ഗോത്രങ്ങളായി 4 ഭാഗത്ത് കൂടാരമടിച്ച് ഉറങ്ങുന്ന സുരക്ഷിതത്വമില്ലാത്ത തകശുതോലിന്റെ കൂടാരത്തിനകത്ത് അഗ്നിമേഘത്ത് ആ തൂണിന്റെ മറവിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ശപിച്ചൊതുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു വന്ന ബിലയാം ബാലാക്കൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്. സ്തോത്രം. യഹോവ അവരുടെ മധ്യേ ഉണ്ട്. അടുത്ത വാക്കിങ്ങനെയാണ്, രാജകോലാഹലം അവരുടെ മധ്യേ. ആ വാക്കൊന്ന് വായിച്ചേക്കൂ. 23-ാം അധ്യായം സംഖ്യാപുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം. 23-ാം അധ്യായം 25-ാമത്തെ വാക്യം സംഖ്യാപുസ്തകം. ആ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 23-ന്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് സ്തോത്രം. 23-ാം അധ്യായത്തിന്റെ 25 അല്ല, 21-ാമത്തെ വാക്യം. യാക്കോബിൽ തിന്മ കാണാനില്ല. അടുത്തത്, അവന്റെ ദൈവമായ യഹോവയുടെ കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം പറക്കും പിടികിട്ടി കാണുകയല്ല. സ്തോത്രം. യഥാർത്ഥത്തിന് അർത്ഥം ഇതാണ്: ഒരു രാജാവിന്റെ ശക്തിയുള്ള ഗാംഭീര്യമുള്ള ശക്തമായ ശബ്ദം അവരുടെ ഇടയിലുണ്ട്, മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതാണ് റിപ്പോർട്ട് കൊടുത്തത്. എന്തെന്നറിയുമോ? ശപിക്കാൻ വേണ്ടി പമ്മിപ്പതുങ്ങി
കോഴിയെ പിടിക്കാൻ വരുന്ന കുറുക്കനെ പോലെ രാജാവിന്റെ കൈക്കൂലിയുമായി കാശുമായി കയറി വന്ന സ്തോത്രം ബിലയാമ് റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും അവരുടെ അടുത്ത് കയറി ആരും തൊടാൻ പറ്റിയല്ല. അവർക്ക് വാതിന് പോലും ഇല്ല. വെറും തകശു തോന്നുന്ന കൂടാരത്തിനകത്ത് കിടക്കുന്നത്. പക്ഷേ പമ്മി പതുങ്ങി നിൽക്കുമ്പോൾ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ സ്തോത്രം ഹല്ലേലൂയ അവരുടെ നടുവിൽ ഒരു വലിയ രാജാവിന്റെ ശബ്ദം അവൻ കേട്ടു. സിംഹം അലറുന്നത് പോലെ പാളയത്തിനകത്ത് എല്ലാവരും ഉറങ്ങി. മോശെ ഉറങ്ങുമ്പോൾ, അഹരോൻ ഉറങ്ങുമ്പോൾ, മിര്യാം ഉറങ്ങുമ്പോൾ, യോശുവ ഉറങ്ങുമ്പോൾ, കാവൽക്കാർ ഉറങ്ങുമ്പോൾ സ്തോത്രം ആ ജനത്തെ ശപിക്കാൻ വേണ്ടി ഗിരിശൃംഖലയിൽ നിന്നുകൊണ്ട് ആ വിചാര ശക്തികൾ അഴിച്ചുവിടാൻ വേണ്ടി വന്നിരിക്കുന്ന മന്ത്രവാദിക്ക് തുല്യനായ ബിലയാം ഗിരിശൃംഖലയിൽ നിന്ന് കേൾക്കുന്നു. ഇവരുടെ നടുവിൽ പാളയം ഉറങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിന് ഉഗ്ര ശബ്ദം. അതൊരു രാജാവിന്റെ ശബ്ദമാണ്, മറ്റാരുടേതുമല്ല. അവരോടുകൂടെ സഞ്ചരിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ ശക്തിയുള്ള ശബ്ദം കേട്ട് ബിലയാം മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ നടുവിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം എത്ര പാതിരാത്രി നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ കൂടാരത്തെ ലക്ഷ്യം വെച്ച് എത്ര വലിയ ആഭിചാര ശക്തികൾ കെട്ടഴിഞ്ഞ് കുടുംബത്തിന് നേരെ വന്നാലും രാജാവ് നിന്റെ പാളയത്തിലുണ്ടെങ്കിൽ നീ ഉറങ്ങുമ്പോൾ അവന്റെ ഗംഭീര ശബ്ദം കൊണ്ട് അന്ധകാര ശക്തികളെ തിരിച്ചു കഴിവുള്ള ശ്രേഷ്ഠനായ ഒരു മഹാരാജാവാണ്. രാജാക്കന്മാരെ വാഴിക്കുന്ന രാജാതി രാജാവാണ് നമ്മുടെ കർത്താവ്. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ആഭിചാരകനെ പേടിക്കണ്ട, ബിലയാമിനെ പേടിക്കണ്ട, കള്ളന്മാരെ പേടിക്കണ്ട, കള്ളപ്രവാചകന്മാരെ പേടിക്കണ്ട, അന്ധകാര വ്യാപാരങ്ങളെ പേടിക്കണ്ട, ശുദ്രപ്രയോഗത്തെ പേടിക്കണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തെ പിരിഞ്ഞൊരു ജീവിതമല്ല, അവൻ നമ്മുടെ കൂടെയുള്ള ജീവിതം. ശ്രേഷ്ഠതയും ബഹുമാനവും ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുന്നതുമായിരിക്കയാൽ അവൻ കൂടെ നിൽക്കണമെന്ന് കരഞ്ഞതിന്റെ പ്രതിഫലം, അവൻ കൂടെ ഉള്ളതിന്റെ ഗുണം പിന്നത്തേതിൽ അവർക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, മറ്റെന്തിനേക്കാൾ ഞാൻ ദൈവത്തോട് വൈകുന്നേരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുമെന്ന വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കേ, പരസ്യയോഗത്തിന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നീ ഒരു ദൈവദാസനാണെങ്കിൽ ആത്മാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്യം സത്യമാണെങ്കിൽ നിന്റെ ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ നീ പ്രസംഗിക്കുമ്പോൾ നിന്റെ ദൈവം അതിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയാൽ സ്തോത്രം നോക്കേ, സ്തോത്രം, നീ ശുശ്രൂഷിക്കുന്നു, ആളുകളുടെ നടുവിൽ നിന്ന് ദൈവത്തെ വിളിച്ചു പറയുന്നു. അങ്ങനെ പറയുന്നതിന് മധ്യത്തിൽ എന്താ ദൈവം പറഞ്ഞത്? നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കൂടാരത്തിൽ പാർക്കുമ്പോൾ, നീ ഉത്സവം ആചരിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുമ്പോൾ, നീ ശബത്താചരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമെന്നല്ല, ഞാൻ നിന്റെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത ദിവസങ്ങൾ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഇതിനിടയിൽ രോഗാത്മാവിന്, അന്ധകാര ശക്തിക്ക്, ദുഷ്ടാത്മമണ്ഡലങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയോ? നീ പ്രവർത്തിക്കുന്ന ദേശത്ത് നീ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, നീ ട്രാക്ട് കൊടുക്കാൻ ഇറങ്ങുമ്പോൾ, നീ ഭവന സന്ദർശനം നടത്തുമ്പോൾ നിന്റെ ദൈവം സ്തോത്ര ഹല്ലേലൂയ ഇറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങിയ അവിടെ ദുഷ്ടക്കോട്ടകൾ പൊട്ടാതിരിക്കുമോ? എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഒരു കൃപാവരം കൂടി തരണമെന്നല്ല, ഞാൻ വേല ചെയ്യുന്ന ദേശത്ത് നീ ഇറങ്ങി സഞ്ചരിക്കണമേ. മോശയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഈ ശുശ്രൂഷയിൽ അങ്ങ് മാറ്റണം. സ്തോത്രം. വലിയ തൂമ്പാപ്പണിയും ചെയ്തുകൊണ്ട് ജീവിച്ചോളാം. സ്തോത്രം. എന്നെ ശുശ്രൂഷയിൽ നിർത്തുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നീ ഞങ്ങളുടെ മുമ്പിലൂടെ നടക്കാൻ തുടങ്ങണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ ഇറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങണം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ണു നടക്കാം. ഒരല്പസമയത്തേക്ക് കഴിയുമെങ്കിൽ മുഴങ്കാലുമേൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഇറങ്ങിത്തിരിച്ച കാലത്ത് ഞാൻ നിന്നെ വെറുക്കുകയില്ല, എന്റെ നിവാസം നിന്റെ അടുക്കലേക്കാക്കി. അതാ ക്രിസ്തീയ ജീവിതം. ലോകം വെറുത്തേക്കാം, പക്ഷെ ഞാൻ നിന്നെ വെറുക്കയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ധൈര്യമായി ഇറങ്ങിത്തിരിച്ചത്. സ്തോത്രം. സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കയറേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ അനുസരിച്ച് ഇതുപോലത്തെ ആത്മീക കൂട്ടായ്മയ്ക്ക് പോയിട്ട് വന്നതിനെ വിളിച്ചത് കല്യാണത്തിന് വിളിക്കാതെ പോയി.
പോയില്ലേ, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ, പലരും വെറുത്തില്ലേ. എന്നിട്ടൊന്നും നമ്മൾ ഒതുങ്ങാതിരുന്നത്, ഒരുവൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ലോകം വെറുത്താലും ഞാൻ നിങ്ങളെ വെറുക്കയില്ല. സ്തോത്രം, 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 സ്തോത്രം. ആ വാഗ്ദത്തം ആ ജീവനാന്തം നിലനിന്ന് പോകണമെങ്കിൽ, കാലാന്ത കാലം വരെ, കർത്താവിന്റെ വരവ് വരെ, കാഹളം ധ്വനിക്കുന്നത് വരെ സഭയോടുള്ള ഈ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഇന്ന് രാത്രികാലം അവന്റെ പ്രമാണത്തിനകത്ത് നിൽക്കാൻ, അവന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ഇന്ന് രാത്രികാലം എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? അവരെ മാനിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ആകലമായിട്ടുണ്ട്. അതിന്റെ അത്യന്ത ശക്തിയാ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നീ നിലവിളിക്കുമ്പോൾ, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. സ്വർഗം നിന്നെ ഓർപ്പിച്ചുണർത്തുകയല്ല, വാഗ്ദത്തം ഉറപ്പിക്കുകയാണ്. ഞാൻ എന്റെ കൂടാരം നിന്റെ ഇടയിലേക്ക് മാറ്റുകയാ. അത് വിട്ടുപിരിയാതിരിക്കത്തക്ക രീതിയിൽ ഒരു പുത്തൻ ഉണർവ്, ഉറപ്പ് ദൈവം നമുക്ക് തരുവാനിടയാകട്ടെ. അവസാന വാക്കുകൾ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, 34-ാം അധ്യായത്തിൽ 2-ാമത്തെ പ്രാവശ്യ കൽപ്പനകൾ ദൈവം ചെത്തി അതിനകത്ത് എഴുതി കൊടുത്തു. മോശ വീണ്ടും കാലേ വീണിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ വരണം, നീ ഞങ്ങളുടെ നടുവിൽ സഞ്ചരിക്കണം. ആ കരച്ചിന്റെ നടുവിൽ ദൈവം പറഞ്ഞു, അങ്ങനെ എങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല മോശെ, ഞാൻ വരണമെന്നുണ്ടെങ്കിൽ അടുത്ത വാക്യം ഇങ്ങനെയായിരുന്നു. വായിക്കണ്ട, കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ ആ വാക്യം പറയാം. അടുത്ത വാക്യം ഇങ്ങനെയായിരുന്നു, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ വരിക, നമുക്ക് തമ്മിൽ ഒരു നിയമം ചെയ്യാം. ഈ രാത്രി ആ വാക്കിന് ചെവി കൊടുക്കാൻ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഉപദേശ സംഹിതയുടെ നിയമങ്ങൾക്കകത്ത് പാലിന് വെള്ളം ചേർക്കുന്നത് പോലെ വെള്ളം ചേർത്ത ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുപാടും ഇരിക്കുമ്പോൾ സ്വർഗം വീണ്ടും ഡിമാൻഡ് ചെയ്തത്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ നിയമം ഉറപ്പാക്കണം. നിയമത്തെ വിട്ടൊരു കളിക്കെന്റെ ദൈവത്തെ കിട്ടിയല്ല. ഈ രാത്രികാലം വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷാ തലത്തിൽ, ആത്മീക മേഖലയിൽ തിരുസന്നിധിയിൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവിക നിയമങ്ങളെ അതുപോലെ കരുതിക്കൊള്ളാമെന്ന് എത്ര പേർ ആത്മാവിൽ ദൈവത്തിന് വാക്ക് കൊടുക്കും? പിതാവേ, ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന